ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹാപ്പി പ്രിൻസ് എന്നറിയപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് ചെറുകഥയുണ്ട്. ഒരു രാജകുമാരന്റെ കഥയാണ്. ആ പട്ടണത്തിന്റെ നടുവിൽ സ്ഥാപിക്കപ്പെട്ട മനോഹരമായ ഒരു രാജകുമാരന്റെ പ്രതിമയുടെ കഥ. വളരെ മനോഹരമായിരുന്നു പ്രതിമ. അതിന്റെ കണ്ണുകൾ മരതകങ്ങൾ കൊണ്ടായിരുന്നു. അതിന്റെ വാൾപ്പിടിയില് ഒരു വജ്രക്കല്ലുണ്ടായിരുന്നു. അതിന്റെ കുപ്പായങ്ങളില് സ്വർണത്തിന്റെ ഇതളുകൾ തുന്നിപ്പിടിപ്പിച്ചിരുന്നു. അങ്ങനെ മനോഹരമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഈ പ്രതിമയുടെ അരികിലൂടെ ഒരു ദേശാടനക്കിളി ആ മഞ്ഞുകാലത്തില് ചൂടുള്ള ഇടം തേടി പാഞ്ഞു പോകുന്നുണ്ടായിരുന്നു. തൻ്റെ കൂട്ടുകാരവന് മുൻപേ പോയിട്ടുണ്ട്, അവരോട് ചേരണമെന്ന തീവ്രതയോടെ തിടുക്കത്തോടെയാണ് യാത്ര. ഈ പ്രതിമയെ കണ്ട് പ്രതിമ ആ കിളിയോട് കൂട്ടുകൂടുന്നുണ്ട്. പ്രതിമ ആ കിളിയോട് കൂട്ടുകൂടിയത് ആ പട്ടണത്തിന്റെ നടുവിലിരുന്നപ്പോൾ പട്ടണത്തിലുള്ള തൻ്റെ പ്രജകളുടെ ദുഃഖം കണ്ടവരെ സഹായിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ്. ആ കിളിയുടെ സഹായത്തോടെ കണ്ണുകളിലെ മരതകക്കല്ലുകളിലും വാൾപ്പിടിയിലെ വജ്രക്കല്ലുകളും ഉടുപ്പില് ഉണ്ടായിരുന്ന സ്വർണത്തിന്റെ ഇതളുകളുമെല്ലാം നാട്ടിലുള്ള എല്ലാവർക്കുമായി ദാനം ചെയ്തു. ഈ മഞ്ഞുകാലത്തില് വീണ്ടും ദേശാടനക്കിളിയോടെ യാത്രയാകാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഈ രാജകുമാരന്റെ പ്രതിമയെ തനിച്ചാക്കി പോകാനായിട്ട് ആ കിളി സമ്മതിച്ചില്ല. ശൈത്യം കടുത്തു. ആ കിളി ഈ പ്രതിമയുടെ കാൽക്കല് മരിച്ചു വീണു. ഇത് കണ്ട് ആ പ്രതിമയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഇറ്റു വീണു. വിരൂപമായി പോയി ഈ പ്രതിമയെ നാട്ടിലുള്ളവരെല്ലാവരും എടുത്ത് കുപ്പയിലെറിഞ്ഞു. പക്ഷേ ഈ പ്രതിമയെയും അതിന്റെ ചുവട്ടിലുണ്ടായിരുന്ന ഈ കിളിയെയും ഒരു മാലാഖ വന്ന് സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി എന്നാണ് കഥ അവസാനിക്കുന്നത്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിലും ഈശോ ഇതുപോലെ വിലപിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പട്ടണത്തെ നോക്കി ഈശോ വിലപിക്കുന്നുണ്ട്. അതിന്റെ നാശത്തെ മുൻകൂട്ടി കണ്ടിട്ടാണ് കർത്താവ് വിലപിക്കുന്നത്. കാരണം ഈശോ ഒരുപാട് അതിനെ സ്നേഹിച്ചിരുന്നു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ പട്ടണം നമ്മുടെ പ്രതീകമാണ്. നമ്മുടെ ജീവിതത്തിലെ ക്രിസ്തു ചില പ്രചോദനങ്ങൾ തരുമ്പോൾ അത് സ്വീകരിക്കാൻ വിമുഖത കാണിച്ച് മടങ്ങിപ്പോകുമ്പോൾ ക്രിസ്തു നമ്മെ നോക്കി വിലപിക്കുന്നുണ്ട്. നിനക്ക് സമാധാനത്തിന്റെ മാർഗങ്ങൾ അറിയാതെ പോയല്ലോ എന്നോർത്ത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സ്വരം തിരിച്ചറിയാൻ നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ഗുണമുണ്ടാകട്ടെ. നമ്മുടെ ചുറ്റുമുള്ളവരുടെ വേദനയിൽ അവരോട് പങ്കുചേരാനും അവരെ സഹായിക്കാനും നമുക്ക് സാധിക്കട്ടെ. ലോകത്തിന്റെ വീഴ്ചകൾ കാണുമ്പോൾ, സഭയിലുണ്ടാകുന്ന ചില പുഴുക്കുത്തുകൾ കാണുമ്പോൾ അതിനെക്കുറിച്ച് ദൈവത്തിന്റെ മുൻപിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാനായിട്ട് നമുക്കൊക്കെ സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.